ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും സ്വന്തം മതത്തെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് കാട്ടുന്ന ഓരോ കോപ്രായങ്ങളുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അതിന് കോപ്രായങ്ങൾ എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തൻ്റെ മതമാണ് വലുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റു മതങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തെ സത്യം പറഞ്ഞാൽ ചവിട്ടി താത്തുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ വെറും മതത്തെ പറ്റിയിട്ടുള്ള അടിയാണ്, പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിംസ് അല്ലേ. ഈ ഒരു രണ്ട് വിഭാഗം, ക്രിസ്ത്യൻസ് അതിൽ കൂടുതലായിട്ടും ഇതിൽ ഇൻവോൾവ് ആവുന്നില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. കൂടുതലും മുസ്ലിംസ്, ഹിന്ദുക്കൾ ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യം നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഹിന്ദുക്കൾ മുസ്ലിംസ് ഇവർ തമ്മിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്നല്ല, എൻ്റെ ഒരു അനുഭവം എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. കുട്ടിക്കാലം തൊട്ടിട്ട് ഇന്ന് ഈ നിമിഷം വരെ, ഇപ്പം എനിക്ക് ഒരു 17 വയസ്സായി, ഇത്രയും കാലം തൊട്ടിട്ട് എൻ്റെ ചെറുപ്പം മുതലുള്ള എൻ്റെ ഒരു അഭിപ്രായമല്ല, എൻ്റെ ഒരു അനുഭവം. ഞാൻ ജനിച്ച് വളർന്നത് തൊട്ടിട്ട് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വളർന്നത് കുറേ ഹിന്ദുക്കളുടെയും മുസ്ലിംസിൻ്റെയും നടുക്കാണ്. പല നാട്ടിലും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ ഈ ഏരിയ മുസ്ലിംസിൻ്റെ ഏരിയ, അല്ലെങ്കിൽ ഈ ഏരിയ ഹിന്ദുക്കളെ ഏരിയ, ക്രിസ്ത്യൻസിൻ്റെ ഏരിയ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വേർതിരിവില്ല. പല സ്ഥലത്തും പല നാടുകളിലൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലായാലും കുറച്ച് അപ്പുറത്തായിട്ട് അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഞാൻ ജനിച്ച് വളർന്നിട്ടില്ല. എൻ്റെ ഈ ഒരു സ്ഥലത്തെന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഹിന്ദുക്കളെ വീടാണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മുസ്ലിംസിൻ്റെ വീടാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഹിന്ദുക്കളെ വീടാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഹിന്ദുക്കൾ മുസ്ലിംസ് ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അങ്ങനത്തെ ഇവിടെ അങ്ങനെ മുസ്ലിംസിന് ഹിന്ദുക്കൾക്ക് അങ്ങനത്തെ ഒരു വേർതിരിവേ ഇല്ല. ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലം തൊട്ടിട്ട് ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് ഹിന്ദുക്കളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളാണ്. ഒരിക്കലും ഒരു കഥയോ ഒന്നുമല്ല, എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ്. ഇത് എത്ര ആളുകൾ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും നമ്മൾ എല്ലാവരും ഓരോരുത്തർ അഭിപ്രായങ്ങൾ പറഞ്ഞു മറ്റുള്ള മതത്തെ ഇങ്ങനെ വലുതാക്കി കാണിക്കുന്ന അങ്ങനെ പലതരത്തിൽ യൂട്യൂബിൽ പല വീഡിയോസായി കാണുന്നു. അതുപോലെ ഭക്ഷണത്തിൻ്റെ രീതിയിൽ വരെ നമ്മൾ മതത്തിൻ്റെ പേരിലുള്ള വേർതിരിവ്, ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടാ ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന്. അതായത് ഞാനിപ്പോൾ ഒരു വീഡിയോ ഉണ്ട്, അതിൽ പറയുന്നുണ്ട് ഹിന്ദുക്കളുടെ പ്രസാദം, അതായത് ഹിന്ദുക്കളുടെ ഈ വഴിപാട് നടത്തുന്ന പ്രസാദമൊക്കെ ഉണ്ടല്ലോ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ നടത്തുന്നത്, അത് നമ്മൾ മുസ്ലിംസിന് അല്ലെങ്കിൽ മറ്റ് മതത്തിൽപ്പെട്ട ആളുകൾക്ക് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒരു വീഡിയോ ചെയ്യണം. അത് കഴിച്ചാൽ നമുക്ക്, അതായത് നമ്മൾ മുസ്ലിംസിൾക്ക് ആ ഒരു ഭക്ഷണം കഴിച്ചാൽ ദഹിക്കില്ല, നമുക്ക് പല അസുഖങ്ങളും വരും എന്നുള്ള രീതിയിലാണ് കേട്ടോ ആ ഒരു കാര്യം ഞാൻ കേട്ടത്. അപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യണം. കാരണം ആ ഒരു ഭക്ഷണം കഴിച്ചാൽ നമ്മളിവിടെ ഹിന്ദുക്കളുടെ ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ മുസ്ലിംസിൻ്റെ ഭക്ഷണം ഹിന്ദുക്കൾ കഴിച്ചാൽ നമ്മൾ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവർ തീർച്ചയായിട്ടും ഇതറിയണം. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഞാനൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചേ ഇരിപ്പുണ്ടാവില്ല. കാരണം ഞാൻ അത്രയും കഴിച്ചിട്ടുണ്ട് ഹിന്ദുക്കളുടെ ഈ ഒരു വഴിപാടിൻ്റെ ആ ഒരു പായസം. എത്ര ആൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കൊരു ഹിന്ദു സുഹൃത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും അറിയുന്നുണ്ടാവും. അതായത് ഞാനൊക്കെ ചെറുപ്പം മുതലേ ഞങ്ങളിവിടെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. എൻ്റെ വീടിൻ്റെ ഒരു 3-4 വീട് അപ്പുറം ഒരു അമ്പലമാണ് കേട്ടോ. കുഞ്ഞുനാൾ തൊട്ടുള്ള ഒരു അമ്പലമാണത്. അവിടെ ഒരു ഭഗവതിയാണ് പ്രതിഷ്ഠ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ജനിച്ച് വളർന്ന കാരണം തന്നെ ഹിന്ദുക്കളെക്കുറിച്ചുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ പഠിക്കുന്നതല്ല, നമ്മൾ സ്വയം ഇങ്ങനെ നമ്മൾ അറിഞ്ഞു പോകുന്നതാണ്. നമ്മൾക്ക് ഹിന്ദുക്കൾ നമുക്ക് ഫ്രണ്ട്സായിട്ടുണ്ടാകുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവില്ല. അങ്ങനെ അറിയുന്നതാണ്. ഭഗവതിയാണ് അവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത്. കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലം മുതൽ കാണുക മാത്രമല്ല, അമ്പലത്തിൽ ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. ഇനി ഇത് നെഗറ്റീവായിട്ട് പറയുന്ന ആളുകളുണ്ടാവും, അത് നിങ്ങളുടെ കണ്ണിൻ്റെ മാത്രം തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതുവരെ അതൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ ചെറുപ്പത്തിൽ ഞങ്ങൾ കുട്ടികൾ, ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കുറേ ഹിന്ദു ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കസിൻസ്, എൻ്റെ സിസ്റ്റർ, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പോകും. വൈകിട്ട് ആയിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ അമ്പലത്തിൽ പായസം കൊടുക്കും. അതായത് ഓരോ ആളുകൾ ഇങ്ങനെ നെയ്യത്താക്കിയിട്ടുണ്ട്, ഇങ്ങനെ വഴിപാട് കഴിച്ചിട്ടുള്ള പായസം ഞങ്ങൾ ഓരോ കുഞ്ഞി ക്ലാസ് ആയിട്ട് പോകട്ടെ. ആ കുഞ്ഞി ക്ലാസ്സിന് ഒരു കയ്യിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒഴിച്ചത്. അതായത് എല്ലാവർക്കും കൊടുക്കും. അന്നൊക്കെ ഞങ്ങൾ കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ വിചാരിക്കും കുഞ്ഞു കുട്ടികളല്ലേ, നിങ്ങളൊരു പക്ഷേ കുഞ്ഞു കുട്ടികളാണെന്ന് കരുതിയിട്ടാകും അവിടെ കയറ്റിയത് എന്നൊക്കെ. ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിട്ട്, അതായത് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നട എന്ന് പറയുന്ന ഒരു സംഭവം, ആ നടക്കകത്ത് ഞങ്ങൾ കയറില്ല. കാരണം അത് അപ്പോഴും ഞങ്ങൾക്കറിയാം, അത് അപ്പോഴും അവർക്ക് മാത്രം കയറാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ട്, അവളൊക്കെ അവിടെ കയറിയിട്ട് തൊഴും, അവൾ പ്രാർത്ഥിച്ചിട്ട് വരും. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറില്ല, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റോറ് നടക്കും ഒക്കെ ചെയ്യൂട്ടെ. അപ്പോൾ നട എന്ന് പറയുന്നത് അതിനകത്ത് മാത്രം ഞങ്ങൾ കയറാറില്ല. അതിനകത്ത് അവൾ മാത്രം കയറാറുള്ളൂ. എൻ്റെ ഹിന്ദുക്കളായിട്ടുള്ള ഫ്രണ്ട്സ് മാത്രം കയറാറുള്ളൂ. അതിനകത്ത് ഞങ്ങൾ കയറാറില്ല. പക്ഷേ ഈ ഒരു പായസം ഉണ്ടല്ലോ, അവിടെ അവർ ഇങ്ങനെ വഴിപാട് കഴിക്കുന്ന ആ ഒരു പായസം ഞങ്ങൾക്ക് എല്ലാവർക്കും അവർ തരും. കുട്ടികൾക്ക് ഞങ്ങൾ ഈ ഒരു 5-6 മണിയാവാൻ കാത്തുകുട്ട പായസം മേടിക്കാൻ വേണ്ടി ഒരു ക്ലാസ് എടുത്തിട്ട് ഓടും. എത്ര കഴിച്ചിട്ടുണ്ടെന്ന് അറിയോ? നിങ്ങളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റൊക്കെ ഇപ്പോഴും എൻ്റെ നാവിൽ നിൽക്കുന്നു കേട്ടോ. അത്രയും രസമാണ് ആ ഒരു പായസം കഴിക്കാൻ വേണ്ടി, ഒരു പ്രത്യേക തന്നെ ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് ഞാൻ കഴിച്ചിട്ടുണ്ട്. പല ആളുകളും പറയും അത് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അറിവുകേട് കൊണ്ട് നിങ്ങൾ കഴിച്ചതാണെന്ന്. നമുക്കിപ്പോൾ നമ്മൾ ശരിയാണ്, ഞങ്ങളന്ന് കുട്ടികളായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് അറിവില്ല.
പക്ഷെ ഞങ്ങൾക്ക് ഈ തരുന്നതുണ്ടല്ലോ ഇത് മുതിർന്ന ആളുകളായിരുന്നു. അവിടുത്തെ ഞങ്ങളെ നമ്പൂതിരിമാരെന്നൊക്കെ പറയില്ല നമ്മൾ, അവർ വഴിപാട് നടത്തുന്ന അവർ എന്താ പറയുക പൂജാരികൾ അല്ലേ അവിടെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അവർ ഞങ്ങൾക്ക് തരുന്ന അവർക്കറിയാം ഞങ്ങൾ മുസ്ലിമാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകൾ മുസ്ലിമാണെന്ന് അവർക്ക് അറിയുന്നിട്ടും അവർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല നിങ്ങളിത് കഴിക്കാൻ പാടില്ല. അവരുടെ മനസ്സിലെന്താ അറിയുക, ഭക്ഷണമാണ്, അതെല്ലാവർക്കും കഴിക്കുക, അത് ഇന്ന കുട്ടികൾക്ക് കഴിക്കാൻ പാടില്ല, ഇവർക്ക് കഴിക്കുക, അങ്ങനത്തെ ഒരു രീതിയിൽ അവർ ഞങ്ങളോട് ഇന്ന വരെ നിങ്ങൾക്കത് കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് തരില്ല എന്ന് ഇപ്പോഴും ഈ നിമിഷം വരെ അവർ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പോയാലും ഞങ്ങൾക്കത് കിട്ടും, പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോഴും ഞാനൊരു വൈകുന്നേരം ഒരു ക്ലാസ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവർ ആ ഒരു കയ്യിൽ പായസം എനിക്ക് തരും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. കാരണം ഞങ്ങൾ അങ്ങനെയാണ് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങൾക്ക് ഓലവീടായിരുന്നല്ലോ നമുക്കൊക്കെ പണ്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ ഈ ഓലവീട് കെട്ടുന്ന ടൈമിൽ മിക്കവാറും നമ്മൾ മഴക്കാലം ആയാലാണല്ലോ നമ്മുടെ വീട് ശരിയാക്കുക. അപ്പോൾ ഈ മഴക്കാലത്തിൻ്റെ ടൈമിൽ നമുക്ക് മഴ പെയ്യുമെന്ന് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടുകാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്തായാലും നമ്മുടെ അമ്പലത്തേക്ക് ഭഗവതിക്ക് ഒരു തേങ്ങ നെയ്യത്താക്കും. അങ്ങനത്തെ ഒക്കെ എൻ്റെ ഉമ്മി വലിയമൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ തെറ്റാണ് എന്നൊക്കെ നമുക്ക് പലർക്കും തോന്നും. പക്ഷേ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും ഓരോ വിശ്വാസം. നമ്മുടെ പള്ളിക്കൊക്കെ ഓരോ നെയ്യത്താക്കുന്നത് അതുപോലെ അവർ പറയാൻ എന്താ പറയുക, ആ ഒരു അമ്പലത്തേക്ക് ഒരു തേങ്ങ നെയ്യത്താക്കി കഴിഞ്ഞാൽ അന്ന് മഴ പെയ്യില്ല എന്ന് എൻ്റെ ഉമ്മാൻ്റെ വലിയമാനൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ വിശ്വാസമാണ്. അന്നൊന്നും നമ്മളിത് വലിയ കാര്യമാക്കിയിട്ട് ഇത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ മാത്രം കാഴ്ചപ്പാടിൻ്റെ തെറ്റാണ്. അല്ലെങ്കിൽ ഇവരെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. നമ്മുടെ ഈ അരവണ പായസം ഉണ്ടല്ലോ അത് കഴിക്കാത്ത എത്ര മുസ്ലിം ആയിട്ടുള്ള ആളുകളുണ്ടാവും. ഞാനൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഞാൻ പറഞ്ഞത് അവരൊക്കെ ഹിന്ദുക്കളാണ് എൻ്റെ കൂടുതൽ ഫ്രണ്ട്സ്. അപ്പോൾ അവരൊക്കെ ഇതുപോലെ മലക്ക് പോകുമ്പോൾ അരവണ പായസം ഞാൻ പറയുമോ അയ്യോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരട്ടാന്ന് പറഞ്ഞിട്ട് നമുക്കായിട്ട് ഒരേ ഡപ്പ അവർ കൊടുന്ന് തന്നിട്ട് അതുവരെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഈ മതത്തിൽ അതുപോലെ ഈ വസ്ത്രത്തിൽ ഈ ഭക്ഷണത്തിലൊക്കെ വേർതിരിവ് കാണിക്കുന്നത് നമ്മുടെ മാത്രം കാഴ്ചപ്പാടിൻ്റെ തെറ്റാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. പല ആളുകളും ഇപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഈ സെറ്റ് സാരി ഉണ്ടല്ലോ, സെറ്റ് സാരി ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമല്ല അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും നമ്മൾ പല ആളുകൾക്കുണ്ട്. ഹിന്ദുക്കൾക്കാണ് സെറ്റ് സാരി, അതുപോലെ സദ്യ അത് ഹിന്ദുക്കളുടെ ഭക്ഷണമാണ്. അങ്ങനെ ഭക്ഷണത്തിൽ വരെ വേർതിരിവ് കാണിക്കുന്ന സത്യത്തിൽ ആർക്കാണ് മതത്തിൻ്റെ പേരിൽ ഭ്രാന്തങ്ങളും ചിന്തിച്ച് നോക്കി. ഇങ്ങനെ ദൈവങ്ങൾ സൃഷ്ടികൾ ഉണ്ടല്ലോ, ആ ദൈവങ്ങൾക്ക് പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളാണ് മനുഷ്യങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ ഓരോ നിബന്ധനകൾ നമുക്കിടയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇത് ഹിന്ദുക്കളുടെ ഭക്ഷണമാണ്, ഇത് മുസ്ലിംസിൻ്റെ ഭക്ഷണമാണ്. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ ആ ഒരു കാര്യം കേട്ടതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം തോന്നി. ആ ഒരു ഭക്ഷണം കഴിച്ച് നമ്മൾ ജീവിച്ചിരിപ്പില്ല എന്നുണ്ടെങ്കിൽ ഞാനൊക്കെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം. ഞാൻ മാത്രമല്ല ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള കുറേ ആളുകൾ ഞങ്ങളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. എന്തിനിപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലത്തെ പൂരത്തിന് വരെ ഞങ്ങൾ ആ അമ്പലത്തിൽ പോയിട്ടുണ്ട്. എല്ലാ കൊല്ലം എൻ്റെ ചെറുപ്പനാൾ തൊട്ടിട്ട് എല്ലാ കൊല്ലം പൂരത്തിന് ഞങ്ങൾ രാവിലെ ആകുമ്പോൾ പോകും. അമ്പലത്തിൽ കിടന്നിട്ട് ചുറ്റോറം കിടന്ന് ഓടൽ തുടങ്ങാൻ. പിന്നെ കുറച്ച് വലുതായതിനു ശേഷം അങ്ങനത്തെ പോകാൻ ടൈം കിട്ടാറില്ല. എന്നാലും കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത് പൂരമാകുമ്പോൾ ഞങ്ങളമ്മ വിളിക്കും, പൂരമാണ് നമ്മുടെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വരും. അത് ഒരു തരം നമുക്ക് ഇഷ്ടമാണ്. നമ്മൾ അവരെ മതത്തെ ആചരിക്കുന്നു. അതുപോലെ നമ്മൾ നേർച്ച ആഘോഷിക്കുമ്പോൾ ഹിന്ദുക്കൾ വരാറില്ലേ അല്ലേ? അത് ഒരു തരം നമ്മളെ മതത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുക. അല്ലെങ്കിൽ എൻ്റെ മതമാണ് വലുത്, മറ്റുള്ളവരുടെ മതങ്ങളൊന്നും ഇല്ല, എൻ്റെ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി. എന്തിനാണല്ലേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ മതങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. ഇതിലൊന്നും ദൈവങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്നത് ഇതിലൊന്നും ദൈവങ്ങൾക്ക് ഒരു പങ്കുമില്ല. ഇത് മനുഷ്യരായിട്ട് തന്നെ ഇന്ന മതങ്ങളും സൃഷ്ടിച്ച പോലെയാണ്. അങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്നെ പൊങ്കാലിടാൻ വരുന്ന കുറേ ആളുകളുണ്ടാവും. എനിക്ക് എല്ലാ മതത്തിനോടും റെസ്പെക്റ്റാണ്. ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻ ആയാലും ഞാൻ ഒരാളെയും ഞാൻ ഇന്നേ വരെ മോശമായിട്ട് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഒരാളെ മതത്തെയും ഞാൻ തല താഴ്ത്തിയിട്ട് പറഞ്ഞിട്ടില്ല, മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ അമ്പലത്തിൽ കയറുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെരുപ്പൂരിയിട്ട് കയറണം. നമ്മുടെ പള്ളിയിലായാലും അമ്പലത്തിലായാലും നമ്മൾ ചെരുപ്പൂരി കയറുക എന്നുള്ള ഞങ്ങൾ ആ കുട്ടിക്കാലാവുമ്പോൾ ടൈമിലേ ഞങ്ങൾക്ക് ബോധം കേട്ടോ അവിടെ ചെരുപ്പിട്ട് കയറാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ ആ അമ്പലത്തിലുള്ള ഓരോ ആളുകളും ഞങ്ങളോട് ഇന്നേ വരെ മക്കളെ അങ്ങോട്ട് കയറരുത് എന്ന് ആരും തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അവിടുത്തെ ആളുകൾ അവർ മുതിർന്ന ആളുകളല്ല, അപ്പോൾ അവർക്കറിയാലോ ഇവർ മുസ്ലിം കുട്ടികളാണ്, ഇവരങ്ങോട്ട് കയറ്റരുത്. ഞങ്ങളവിടെയുള്ള ആളുകൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല അല്ലേ. ഞങ്ങൾ ഇവിടെയുള്ള ആളുകൾ ഏട്ടന്മാരൊന്നും നിങ്ങൾ അമ്പലത്തേക്ക് വരാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ ഞങ്ങളിവിടെയുള്ള ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ കല്യാണം താലികെട്ട് അമ്പലത്തിനുള്ളിൽ വെച്ചിട്ട് കഴിയാം. അപ്പോൾ ഞങ്ങൾ പോവും, ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറും. അതായത് നടല്ലേ ഞാൻ പറഞ്ഞിട്ടില്ല, അവർ ആ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം അതിനകത്തേക്ക് മാത്രം കയറില്ല. അത് അവരുടെ ഒരു പ്രത്യേക വിശ്വാസമാണ്. അതിനകത്ത് കയറാൻ പാടില്ല. ഓക്കെ, നമ്മളത് റെസ്പെക്റ്റ് ചെയ്യുന്നു. അതിനകത്തല്ലാതെ നമ്മൾ അതിൻ്റെ ചുറ്റോറൊക്കെ കയറാറുണ്ട് കേട്ടോ. അതിനുള്ളിൽ കയറാറില്ല, ചെരുപ്പ് അയച്ചിട്ട് കയറാറുണ്ട്. അവരൊരു ബൗണ്ടറി നമുക്ക് വെച്ചിട്ടുണ്ട്. ആ ഒരു ബൗണ്ടറിക്ക് അകത്ത് നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതിലൊന്നും ആരും ഒരിക്കലും തെറ്റ് പറയില്ല. അതുപോലെ ഇപ്പോൾ എന്നാൽ വിജയിൻ്റെ ഇതില്ലേ, വിജയ് നോമ്പ് തുറ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വിജയ് നിസ്കരിക്കുന്ന ഒരു കാര്യത്തിന് കുറേ ആളുകൾ സത്യം പറഞ്ഞാൽ എല്ലാവരും മാഷാ അല്ലാ എന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു ഹിന്ദു ആണ് അങ്ങനെ, അതായത്
അല്ല ഒരു മുസ്ലിമാണ് ഇപ്പം അങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഒരമ്പലത്തിൽ കയറിയ ഒരു മുസ്ലിം അവിടെ തൊഴുതു എന്നുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതെല്ലാവരും കൂടി വലിയൊരു പ്രശ്നമാക്കി മാറ്റിയാണ്. ഇതിപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ഒരു ചടങ്ങായിട്ട് നമ്മൾ നിസ്കാരത്തിൽ വിജയ് പങ്കെടുത്തു എന്നുണ്ടെങ്കിൽ അതെല്ലാവരും മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. നേരെ മറിച്ച് അതൊരു മുസ്ലിം ഒരു ഹിന്ദുക്കളുടെ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുണ്ടെങ്കിൽ എല്ലാവരും അതിന് നെഗറ്റീവായിട്ടാണ് പറയുള്ളൂ. എനിക്ക് തീർച്ചയായിട്ടും അറിയാം, എല്ലാവരും നമ്മൾ നെഗറ്റീവായിട്ടാണ് ആ ഒരു കാര്യം കാണുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആളുകളെ വെച്ചിട്ട് വിലയിരുത്താൻ നിൽക്കരുത്. എല്ലാവരും എല്ലാവരുടെ മതങ്ങളും വിശ്വാസമാണ് അല്ലേ, അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നി ഒരു വീഡിയോ ചെയ്യണമെന്ന്. അതായത് ഇത് നമ്മുടെ കേട്ടുകേൾവിയും ഇതൊന്നുമല്ല, ഇതെൻ്റെ റിയൽ ആയിട്ടുള്ള അനുഭവങ്ങളാണ്. ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളും അന്ന് ഞാൻ എങ്ങനെയാണോ ഈ നാട്ടിൽ ജീവിച്ചത് ഇന്നും അങ്ങനെ തന്നെയായിട്ട് ജീവിക്കുന്നത്. 3 വർഷം കഴിഞ്ഞിട്ട് അതിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും എൻ്റെ തൊട്ടടുത്ത ഹിന്ദുക്കളാണ്, ഇപ്പുറത്ത് മുസ്ലിമാണ്, അപ്പുറത്ത് ഹിന്ദുക്കളാണ്. അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണോ കുട്ടിക്കാലത്ത് ഇവിടെ ജനിച്ചത് 3 വർഷമായി 26 വർഷമായിട്ടും ആ ഒരു ഒന്നും അവിടെ മാറ്റം സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെ. ഞങ്ങൾ ഹിന്ദുക്കളെ ഇതിന് ഞങ്ങൾ പടക്കം പൊട്ടിക്കലുണ്ട്, ആഘോഷിക്കലുണ്ട്. നമ്മുടെ മുസ്ലിംസിൻ്റെ പെരുന്നാളിനായാലും അവർ പുതിയ വസ്ത്രങ്ങൾ ഇടാറുണ്ട്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കൊടുക്കാറുണ്ട്. അത്ര എനിക്ക് എൻ്റെ നാടിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര അഭിമാനമുണ്ട്. കാരണം ഞങ്ങൾ ഇന്നേ വരെ ഒരു മതത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക മോശമായിട്ട് കാണുക, അല്ലെങ്കിൽ ഇത് അവരുടെ മതത്തിൽ ഇത് മാത്രം ആചാരമാണ്, അവർക്ക് മാത്രമുള്ളതാണ്, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും സന്തോഷം. ഫുഡിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ ഒരിക്കലും അങ്ങനെ വേർതിരിവ് കാണിക്കേണ്ട ആവശ്യമില്ല. ഫുഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മനുഷ്യന്മാർ വെച്ചുണ്ടാക്കുന്ന, അതിൽ ദൈവത്തിൻ്റെ ഇതുണ്ട്, കയ്യൊപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഹിന്ദുക്കൾക്ക് മുസ്ലിംസിന് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഫുഡൊക്കെ എല്ലാവർക്കും കഴിക്കാവുന്ന, എല്ലാവരും വൃത്തിയിലുണ്ടാക്കുന്ന ഫുഡാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാം. അതിൽ ഹിന്ദുക്കളെ ഫുഡാണെന്ന് കരുതി നമ്മൾ മുസ്ലിംസ് കഴിച്ചെന്ന് വിചാരിച്ചാൽ മുസ്ലിംസിന് ഒരു തരത്തിലുള്ള വയറ്റിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ ഫുഡ് അതുപോലെ ഹിന്ദുക്കൾ കഴിച്ചെന്ന് വിചാരിച്ചിട്ട് അവർക്കും വയറ്റിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായി ഞാൻ ഇന്നേ വരെ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. കേട്ട് അനുഭവമുള്ള ആളുകളുണ്ടായിരിക്കും, അത് നിങ്ങളുടെ അനുഭവം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ എന്നുള്ളതിലുപരി എനിക്ക് പറയാൻ തോന്നി നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ തോന്നി. മതത്തിൻ്റെ പേരിൽ അടി കൂടിയിട്ടൊക്കെ നമുക്ക് എന്താണ് സത്യം പറഞ്ഞാൽ കിട്ടുന്നത്? ഒന്നും കിട്ടാനില്ല. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, അപ്പുറത്തുള്ള നമ്മുടെ കൂടപ്പിറപ്പുകളാണ് എന്നുള്ള ഒരു ചിന്ത മാത്രം മതി. ഇപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനടുത്തുള്ള അയൽവാസികളാണ് ആദ്യം ഓടിയെത്തുക. അത് ഹിന്ദുവാണോ മുസ്ലിമാണോ നോക്കിയിട്ടൊന്നാവില്ല അവർ നമ്മളെ അടുത്ത് ഓടിയെത്തുന്നത്. നമ്മുടെ ബന്ധുക്കൾ ചിലപ്പോൾ ഞാൻ ഒരു മുസ്ലിമാണ്, എൻ്റെ ബന്ധു ചിലപ്പോൾ ഒരുപാട് ലോങ്ങിലാവും നിൽക്കുന്നത്. അപ്പോൾ അവരെ ഞാൻ ഫോൺ വിളിച്ചിട്ട് എനിക്കൊരു ആപത്തുണ്ടാകുമ്പോൾ അവർ ഓടിയെത്തുന്നതിന് കൂടുതൽ എൻ്റെ അടുത്തുള്ള ഹിന്ദു ആയിരിക്കും ആദ്യം ഓടിയെത്തുക. അപ്പോൾ അവിടെ ഒന്നും നമ്മൾ ഈ മതത്തിൻ്റെ പേരിൽ ഒരു വേർതിരിവ് കാട്ടിയിട്ടൊന്നും ഒരു കഥയില്ല അല്ലേ. നമ്മൾ എന്തിനാണ് ഈ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ കിടന്നിട്ട് അടി ഉണ്ടാക്കുന്നത്?